മലയാള ചലച്ചിത്ര ലോകത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ സജീവമായ വ്യക്തിത്വമാണ് കൃഷ്ണകുമാർ. തന്റെ കുടുംബവിശേഷങ്ങളും രാഷ്ട്രീയ നിലപാടുകളും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുള്ള താരം അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും തന്റെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിലുകൾ പലരിലും ആശ്ചര്യമുണ്ടാക്കി. ഭക്ഷണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണെന്നും അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്നുമാണ് കൃഷ്ണകുമാറിന്റെ ഉറച്ച നിലപാട്. താനൊരു BJP അനുഭാവി ആയതുകൊണ്ട് ബീഫ് കഴിക്കരുതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ബീഫ് കഴിക്കാറുണ്ട്, അതെന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്. BJPയിൽ ഉള്ളവരെല്ലാം ബീഫ് കഴിക്കാത്തവരാണെന്നത് തെറ്റായ ധാരണയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മുൻപ് അദ്ദേഹം ബീഫ് കഴിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ഇതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് മൗനം പാലിച്ച താരം ഇപ്പോൾ കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ നിലപാടുകളും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള വേർതിരിവിനെ കുറിച്ചും അദ്ദേഹം നൽകിയ ഈ വിശദീകരണം സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. 2026 ഫെബ്രുവരി 27 പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തെക്കുറിച്ചും കൃഷ്ണകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കി. ചിത്രത്തിന്റെ ട്രെയിലറിൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം ഉൾപ്പെടുത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും ചിത്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ സിനിമയിൽ കാണിക്കുന്നത് സമൂഹത്തിലെ ചില യാഥാർത്ഥ്യങ്ങളാണെന്നും അത് ഇഷ്ടമുള്ളവർ കാണട്ടെ എന്നുമായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം. സിനിമയെ വെറുമൊരു കലാരൂപമായി കാണണമെന്നും അതിനെ രാഷ്ട്രീയ ആയുധമാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയുടെ ഉള്ളടക്കത്തെ എതിർക്കുന്നവർക്ക് അത് കാണാതിരിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്നത് ശരിയല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരം ഉണ്ടാകാറുള്ള സൈബർ ആക്രമണങ്ങളെ താൻ ഗൗരവമായി കാണുന്നില്ലെന്നും കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞു. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, എന്നാൽ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്റെ മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വരാറുള്ള മോശം കമന്റുകളെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്റെ മകൾ ഇത്തരം സാഹചര്യങ്ങളെ വളരെ പക്വതയോടെയാണ് നേരിടുന്നത്. അവർ സൈബർ ഇടങ്ങളിൽ സജീവമായതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അവരുടെ ആത്മവിശ്വാസത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. സൈബർ ആക്രമണങ്ങൾ കൊണ്ട് തങ്ങളുടെ നിലപാടുകൾ മാറ്റാൻ കഴിയില്ലെന്ന സന്ദേശമാണ് കൃഷ്ണകുമാറും കുടുംബവും ഇതിലൂടെ നൽകുന്നത്. കൃഷ്ണകുമാർ തന്റെ നിലപാടുകളിൽ പുലർത്തുന്ന സുതാര്യതയാണ് അദ്ദേഹത്തെ വാർത്തകളിൽ ശ്രദ്ധേയനാക്കുന്നത്. തന്റെ ഭക്ഷണരീതി മുതൽ രാഷ്ട്രീയ ചായ്വ് വരെ ഒളിച്ചുവെക്കാതെ തുറന്നു പറയാൻ അദ്ദേഹം മടിക്കാറില്ല. BJP എന്ന പാർട്ടി ബീഫ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ഒരു കേരളീയൻ എന്ന നിലയിലും BJP നേതാവ് എന്ന നിലയിലും തനിക്ക് ബീഫ് കഴിക്കുന്നതിൽ തടസ്സമില്ലെന്ന് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്കും തുടക്കമിട്ടു. ഭക്ഷണം ഒരാളുടെ സ്വകാര്യതയാണെന്നും അത് രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരമുള്ള കേരളത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായ എതിർപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നു. കൃഷ്ണകുമാറിന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നിലപാടിനെയും അഭിനന്ദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം BJP എന്ന പാർട്ടിയുടെ നയങ്ങളുമായി ഇതെങ്ങനെ ഒത്തുപോകുന്നുവെന്ന് ചോദ്യം ഉന്നയിക്കുന്നു. എങ്കിലും തന്റെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും കൃത്യമായി വേർതിരിച്ചു കാണുന്ന കൃഷ്ണകുമാറിന്റെ രീതിക്ക് വലിയൊരു വിഭാഗം പിന്തുണ നൽകുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ യാതൊരു ഭയവുമില്ലാതെ തന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ കൃഷ്ണകുമാർ ഒരു പുതിയ പാതയാണ് വെട്ടിത്തുറക്കുന്നത്. ദി കേരള സ്റ്റോറി 2 പോലുള്ള വിവാദ വിഷയങ്ങളിൽ പോലും വ്യക്തിപരമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നു. സൈബർ ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും തന്റെ കുടുംബത്തിന്റെ സന്തോഷത്തെയോ നിലപാടുകളെ തകർക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. സത്യസന്ധമായ നിലപാടുകളും കുടുംബത്തിന്റെ പിന്തുണയും തന്റെ കരുത്താണെന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണകുമാറിന്റെ ഈ അഭിമുഖം വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. നടൻ കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായതുകൊണ്ട് തന്നെ അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഇവർ നിരന്തരം സൈബർ ആക്രമണങ്ങൾ നേരിടാറുണ്ട്. എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങളെയും നെഗറ്റീവ് കമന്റുകളെയും അതീവ പക്വതയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് അവർ നേരിടുന്നത്. അച്ഛന്റെ രാഷ്ട്രീയവും തങ്ങളുടെ പ്രൊഫഷണൽ ജീവിതവും രണ്ടായി കാണണമെന്ന് ഇവർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ ബീഫ് വിവാദത്തിലും ദി കേരള സ്റ്റോറി 2 സംബന്ധിച്ച ചർച്ചകളിലും മക്കൾ തങ്ങളുടെ നിലപാടുകൾ പരോക്ഷമായി നേരിട്ടും പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അഹാന കൃഷ്ണയും ദിയ കൃഷ്ണയും തങ്ങൾക്കെതിരെ വരുന്ന അശ്ലീലം കലർന്ന കമന്റുകൾക്കോ രാഷ്ട്രീയ അധിക്ഷേപങ്ങൾക്കോ മറുപടി നൽകി സമയം കളയാറില്ല. മറിച്ച് തങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അച്ഛൻ തന്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് അവർ കാണുന്നത്.
കാണുന്നത്. സൈബർ ബുള്ളിങ്ങിനെതിരെ കൃത്യമായ നിലപാടുള്ള ഇവരെ അച്ഛൻ കൃഷ്ണകുമാറും എപ്പോഴും പിന്തുണയ്ക്കാറുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ അതിന്റെ പേരിൽ കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നത് ശരിയല്ലെന്നുമുള്ള സന്ദേശമാണ് ഇവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നൽകുന്നത്. വിമർശകർക്ക് മറുപടി നൽകുന്നതിനേക്കാൾ ഉപരിയായി തങ്ങളെ സ്നേഹിക്കുന്ന വലിയൊരു ആരാധക കൂട്ടത്തെ നിലനിർത്താനാണ് ഈ 4 സഹോദരിമാരും ശ്രമിക്കുന്നത്.